പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലേക്ക് നോക്കി നമുക്കറിയാം, എല്ലായിടത്തും പച്ച കളർ അല്ലേ. പ്രത്യേകിച്ചും മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കറിയാം, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും എവിടേക്ക് നോക്കിയാലും ഫുൾ നല്ല ഗ്രീനറിയാണ്. എവിടേക്ക് നോക്കിയാലും അതും ആ പച്ചയ്ക്ക് തന്നെ പല പല കളറുകൾ. ചിലത് ലൈറ്റ് പച്ച, ചിലത് കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ഗ്രീന്, കുറച്ച് ഡാർക്ക് ഗ്രീന്, വെറൈറ്റീസാണ് എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത്. നമ്മളൊരു സാധനം ഉണ്ടാക്കി, അതായത് മനുഷ്യനൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 സാധനം ഉണ്ടാക്കി, എല്ലാം ഒരേ അച്ചിൽ നിന്ന് വാർത്ത് ഒരേ രീതി വരും അല്ലേ, തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രകൃതിയിലേക്ക് കാണുമ്പോൾ ഓരോ പുല്ലിനും പൂച്ചെടിക്കും ഓരോ ചെടിക്കും ഓരോ മരത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടി എപ്പോഴും വ്യത്യസ്തങ്ങളാണ്. ഒന്നിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കില്ല. ഇതാണ് ഭംഗി അതാണ് ഭംഗി നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം മനുഷ്യൻ്റെ സൃഷ്ടികൾ എപ്പോഴും ഒന്നിനോട് ചേർന്നിരിക്കും. അതായത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു മെഷീനിലൊരു സാധനം ഉണ്ടാക്കുകയാണ്, എല്ലാം ഒരേ ഭാവത്തിൽ ഒരേ രൂപത്തിൽ ഒരേ കളറിൽ വേണമെങ്കിൽ കളർ മാറ്റം വരുത്താം, എങ്കിലും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന തന്നെ ചിന്തിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളിൽ, അതിൻ്റെ രൂപവ്യത്യാസങ്ങളിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഗുണഗണങ്ങളിലും ആ ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വലിയ പരിപാലന, ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ ഓരോ ചെടിയോടും ഓരോ മനുഷ്യനോടും ഒപ്പമുണ്ട്. അത് ഓരോ മൃഗത്തോടും ഒപ്പമുണ്ട്. അതായത് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ, അതെ, നമ്മൾ കണ്ണു തുറന്ന് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ കയ്യൊപ്പാണ്. കർത്താവിൻ്റെ സൃഷ്ടിയുടെ ആ ഒരു മഹാത്മ്യമാണ്. ആ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രകൃതിയെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ നമുക്കൊന്ന് കാണാം. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. നമ്മൾ ഇതുവരെ അറിയാത്ത ഓരോ ചെടികളുടെ ഗുണഗണങ്ങളെപ്പറ്റി അറിയാനായിട്ട് അതിനുള്ളൊരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെയൊക്കെ എന്താ നമുക്ക് മനസ്സിലാക്കുക? ആത്യന്തികമായിട്ട് നിസ്സാരങ്ങളെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അവ മനസ്സിലാക്കാനുള്ള ആ ഒരു നിധിയിലേക്കുള്ള ഒരു പ്രയാണമാണ് നമ്മുടെ ഓരോ എപ്പിസോഡും. അത് മറ്റൊന്നിലേക്കുമല്ല, നമ്മൾ ഒരു നിധി ഒളിച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നിധി വെച്ച ആൾ അതിൻ്റെയും പുറകിലുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഓരോ എപ്പിസോഡും അല്ലെങ്കിൽ ഓരോ പഠനവും ഓരോ ചിന്തകളും നമ്മെ എപ്പോഴും നയിക്കുന്നത് അതിൻ്റെയൊക്കെ ഉടയവനായ ദൈവത്തിലേക്കാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായിട്ടും പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ജാതി പഞ്ചസുഗന്ധങ്ങളിൽ ഒന്നാണെന്നാണ് ആയുർവേദം പറയുക. അതായത് 5 സുഗന്ധദ്രവ്യങ്ങളെപ്പറ്റി ആയുർവേദത്തിൽ പ്രത്യേകമായിട്ടും പറയുന്നുണ്ട്. അതിലൊന്നാണ് ജാതി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പു, കർപ്പൂരം. അതായത് ജാതിപത്രി,
ഏലക്ക, ഗ്രാമ്പു, കർപ്പൂരം. ഇത് അഞ്ചെണ്ണമാണ് പഞ്ചസുഗന്ധങ്ങളെന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും പഞ്ചസുഗന്ധങ്ങൾ എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, നമുക്കറിയാം ജാതിക്കായ്ക്ക് അതായത് ജാതിപത്രിക്ക് പ്രത്യേകിച്ച് നല്ല സ്മെല്ലുണ്ട് അല്ലേ. അതായത് നല്ല സുഗന്ധമുള്ള ഔഷധ സസ്യങ്ങളെ അല്ലെങ്കിൽ ഔഷധങ്ങളെയാണ് പഞ്ചസുഗന്ധങ്ങളായിട്ട് കണക്കാക്കുന്നത്. അതിൽ രണ്ടെണ്ണത്തെപ്പറ്റി, അതായത് ജാതിയും ജാതിപത്രിയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ജാതി ചെടി നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കിതിൻ്റെ തൈകൾ സാധാരണ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുറ്റത്തിനടുത്തായിട്ട് നടുകയായിരിക്കും ഉചിതം. പക്ഷേ തൊട്ടുമുറ്റത്ത് തന്നെ വേണ്ട, കാരണം വെച്ചാൽ വലിയ മരമാകും ഇത്. കുറച്ച് തണുപ്പുള്ള പ്രദേശങ്ങളാണ് ധാരാളമായിട്ട് കായ്ക്കുക. ഒരുപാട് ചൂടുള്ള പ്രദേശങ്ങളിൽ കായ കുറച്ച് കുറവായിരിക്കും. വയനാട്ടിൽ അതുപോലെ ഇടുക്കി സൈഡിലേക്ക് അങ്ങോട്ടൊക്കെ ഒത്തിരി നന്നായിട്ടുണ്ടാകും. അതുപോലെ ഇപ്പോൾ എല്ലാ സ്ഥലത്തിനും ഉണ്ടായി വരുന്ന കാണുന്നുണ്ട്. നമുക്ക് തണലിന് വേണ്ടി പോലും നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും. വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള ചൂടിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ ഒത്തിരി കുറഞ്ഞു കിട്ടും. ധാരാളം ഇലകളുണ്ട്, ഇടതൂർന്ന ഇലകളുള്ള മരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണലും നല്ല ഇത് കിട്ടുകയും ചെയ്യും. പിന്നെ കാ വീഴുമ്പോഴാണ് മുറ്റത്തിനടുത്തൊക്കെ നമുക്ക് പിറക്കിയെടുക്കാൻ എളുപ്പമുണ്ടാവും. സാധാരണ കാ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പുറത്തെ ഒരു മാംസളമായ ഭാഗമുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ജാതി പത്രിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ജാതിക്കായും. നമ്മളതിൻ്റെ പ്രധാനമായിട്ടും ഈ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഔഷധയോഗ്യമാണ്. നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ജാതിക്കായും ജാതിയുടെ പത്രിയുമാണ്. നമുക്കധികം കൊണ്ട് വിൽക്കാൻ സാധിക്കും. സാധാരണ കടകളിലൊക്കെ എടുക്കുന്ന നല്ല വില കിട്ടുന്ന സാധനമാണ്. കാരണം ഒരുപാട് ആയുർവേദ മരുന്നുകളിലൊക്കെ ഇത് ചേരുവയായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തി നമുക്ക് അധികം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട, നമുക്കത് വിൽക്കാൻ സാധിക്കും, ഒരു ബുദ്ധിമുട്ടും വരികയില്ല. ഇനി നമ്മളതിൻ്റെ കായ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമെ ഒരു മാംസളമായ ഭാഗമുണ്ട്. നമ്മൾ സാധാരണ നമുക്കത് വിൽക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ അതും നമുക്ക് ചില ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനതിനെപ്പറ്റി പറയാം. അതുപോലെ ഉള്ളിലാണ് ജാതിപത്രി വരിക. അതൊരു ചുവപ്പ് കളറുള്ള ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നൊരിതാണ്. അത് അതിൻ്റെ ആ പത്രിയുടെ ആ എതിറുകളൊന്നും പൊട്ടാതെ എടുക്കുകയാണെങ്കിൽ വില കൂടുതൽ കിട്ടും. പിന്നെ ജാതിക്കായും, ഇത് മൂന്നും നമുക്ക് ജാതിപത്രിയും ജാതിക്കായും നമ്മളൊന്ന് ഉണങ്ങി വേണം സൂക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കേടായി പോകും. പിന്നെ അതിൻ്റെ മാംസളമായ ഭാഗം നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അച്ചാർ വേണമെങ്കിൽ ഇടാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പേരുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ടത് ജാതി ഫലം അല്ലെങ്കിൽ മാലതി ഫലം എന്നൊക്കെയാണ് ആയുർവേദത്തിൽ അറിയപ്പെടുക. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജാതി അല്ലെങ്കിൽ മാലതി എന്നൊക്കെ പറയുമ്പോൾ അതിന് മെയിൻ ജാസ്മിനാണ്. അതായത് നല്ല സ്മെല്ലുള്ളത്, ഇതിൻ്റെ ഫ്രാഗ്രൻസ്, അതിന് നല്ല സുഗന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത് തന്നെ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് പഞ്ചസുഗന്ധങ്ങളിൽ ഉൾപ്പെടുന്ന ദ്രവ്യമാണെന്നും പറഞ്ഞതിൻ്റെ കാരണം. ഇനി ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും കടുതിക്ത രസമാണുള്ളത്. അതായത് നല്ല എരിവും അതുപോലെ ഒരു ചവർപ്പും ചേർന്ന രസമാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഉഷ്ണവീര്യമാണുള്ളത്. അതുപോലെ ലഘു തീഷ്ണ ഗുണം, അതായത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ആക്ട് ചെയ്യാനുള്ള പ്രത്യേക കപ്പാസിറ്റി ഇതിനുണ്ട്. അതായത് ചെറിയ ഡോസിൽ, വളരെ ചെറിയ ഡോസിൽ കൊടുത്താൽ പോലും പെട്ടെന്ന് തന്നെ ശരീരത്തിന് അബ്സോർബ് ചെയ്യപ്പെടുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്ഷൻ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ ജാതിക്കായുടെയും ജാതിപത്രിയുടെയും പ്രത്യേകത. അതുപോലെ തന്നെ ഇത് കഫവാതഹരമാണ്. അതായത് കഫത്തിൻ്റെ രോഗങ്ങളിലും വാദത്തിൻ്റെതായ രോഗങ്ങളും നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ജനറലായിട്ട് ജാതിക്കയെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ചെറിയ ഗുണങ്ങളെപ്പറ്റി, നമുക്ക് ഔഷധ പ്രയോഗങ്ങളെപ്പറ്റി നോക്കാം. പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അവശ്യം സൂക്ഷിക്കേണ്ട ഒരു മരുന്നാണ് ജാതിപത്രി അല്ലെങ്കിൽ ജാതിക്കായ. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കാം, മുലയൂട്ടുന്ന ചെറിയ കുഞ്ഞുങ്ങളായിരിക്കാം, മാസങ്ങൾ പ്രായമുള്ളത്. അത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ചിലപ്പോൾ വയറിന് അസ്വസ്ഥത വരും, അല്ലെ ഗ്യാസ് കെട്ടൊക്കെ ഭയങ്കര അസ്വസ്ഥത വരും. അത് നമ്മൾ ഓർക്കുക, അമ്മയുടെ പാല് മാത്രമല്ലേ കുഞ്ഞു കുടിക്കുന്നുള്ളൂ, പിന്നെ എങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നത്? എന്തുകൊണ്ടാണ് കാരണം? മറ്റൊന്നും കുഞ്ഞു കുടിക്കുന്നില്ല, പക്ഷേ അമ്മയ്ക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആ അമ്മയുടെ അസ്വസ്ഥതയൊക്കെ മുലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് എത്തുക ചെയ്യുന്നത്. അപ്പം അമ്മയുടെ രോഗമൊക്കെ കുഞ്ഞിനും എത്തും, വയറൊക്കെ അസ്വസ്ഥത ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ സ്വല്പം ജാതിക്ക, പ്രത്യേകിച്ചും തീരെ കുഞ്ഞുകുട്ടി, അതായത് 6 മാസം താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ജാതിക്ക, നമ്മുടെ ജാതി പത്രിയല്ല ജാതിക്ക തന്നെ ഒരു 3-4 തുട്ട് മുലപ്പാലിൽ ഉറ്റിച്ചിട്ട്, മരുന്നരയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് സ്വല്പം മുലപ്പാൽ ഉറ്റിക്കുക, അതിലേക്ക് ഈ ജാതിക്ക ഒരു 5-6 പ്രാവശ്യം ഉരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഉരച്ചെടുത്ത് ആ ഉരമരുന്ന് വായിൽ തേച്ച് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നല്ല ആശ്വാസം കിട്ടും കുഞ്ഞുങ്ങൾക്ക്. ഇനിയിപ്പം മുലപ്പാൽ കുടിക്കുന്ന ഒരു പ്രായം കഴിഞ്ഞു, 6 മാസമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളാണെങ്കിൽ സ്വല്പം തേനിൽ അരച്ച് കൊടുത്താലും നല്ലതായിരിക്കും. പക്ഷേ തേനിൽ അരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ വയറ്റിൽ നിന്ന് മലബന്ധത്തിൻ്റെ അസ്വസ്ഥത, അതായത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, വയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് പോവുകയില്ലായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് സ്വല്പം വെള്ളത്തിൽ അരച്ച് കൊടുത്താൽ മതി, പച്ചവെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഇത് ഉരച്ച് കൊടുത്താൽ മതി.
കാരണം ഈ തേനിന് കുറച്ച് മലത്തെ കട്ടിയാക്കുന്ന ഒരു സ്വഭാവമുണ്ട്, മലബന്ധം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ മലബന്ധമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വയറിന് അസ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ മരുന്ന് കൊടുക്കുന്നെങ്കിൽ സ്വല്പം വെള്ളത്തിൽ ഉരച്ച് ചേർത്തിട്ട് ദിവസം 3-4 പ്രാവശ്യം 2-3 ദിവസം കൊടുക്കുക. അത് തീർച്ചയായിട്ടും മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കല്ലേ വയർക്ക് ഛർദിൽ വരാറുണ്ടല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഛർദിക്കും, പിന്നെ അസ്വസ്ഥത വരുന്നു. ഛർദിലുണ്ടെങ്കിൽ സ്വല്പം ജാതിക്കായ തേനിൽ ഉരച്ച് കൊടുക്കുക. ജാതിക്ക തേനിൽ ഉരച്ച് കൊടുക്കുക, പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. അതും ഒരു ഇടവിട്ട് കൊടുക്കണം, ഒരു അരമണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. അത് 2-3 ദിവസം കൊടുക്കുകയാണെങ്കിൽ, ഛർദിലൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം മിക്കവാറും ദഹനം കറക്റ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ദഹന വ്യവസ്ഥ ശരിയാകുന്നത് വരെ 2-3 ചിലപ്പോൾ 4 ദിവസം വരെ ദിവസം 3-4 പ്രാവശ്യം വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അസ്വസ്ഥതയൊക്കെ മാറിക്കിട്ടും. അതുപോലെ നമുക്കറിയാം ചിലപ്പം പെട്ടെന്ന് വയറിളക്കം വരും അല്ലേ. അങ്ങനെ വയറിളക്കം വരുമ്പം നമുക്ക് ജാതിക്ക സ്വല്പം പൊടിച്ചത് വെക്കുക. നമുക്കതിനെ പൊടിച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷെ നല്ല അടപ്പുള്ള ചെറിയ ഭരണിയിലിട്ട്, അതായത് ഗ്ലാസിൻ്റെ ഭരണി സൂക്ഷിക്കുകയാണ് ഉത്തമം. പിന്നെ ഒരു പ്രാവശ്യം പൊടിച്ച് വെച്ചാൽ ഒരു 3-4 മാസം വരെ അതിൻ്റെ ആ ഒരു പൊട്ടൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പൊടിച്ച് വെച്ചാൽ മതി, നമുക്ക് ആവശ്യം വരും, പെട്ടെന്ന് പൊടിക്കാൻ ബുദ്ധിമുട്ട് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഒഴിച്ചിലാണെന്ന് വിചാരിച്ചു, അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ വാഴപ്പഴത്തിൻ്റെ അകത്തേക്ക് ഒരു നുള്ള് ജാതിക്കയുടെ പൊടി ചേർത്തിട്ട് തിന്നാൻ കൊടുക്കുക. ചെറിയ വാഴയ്ക്കല്ലേ നമ്മുടെ ചെറുപഴത്തിൻ്റെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നുള്ള് ജാതിക്കാപ്പൊടി തൂളി കൊടുക്കുക, എന്നിട്ട് അത് തിന്നാൻ കൊടുക്കുക. അതുകൊണ്ട് തന്നെ മാറിക്കിട്ടും. ഇനിയിപ്പം അങ്ങനെ പഴമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അവസ്ഥയാണ്, അതായത് ആഹാരമായിട്ടൊന്നും കൊച്ചു കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഒരു നുള്ള് ജാതിക്കാപ്പൊടി ഒരു സ്വല്പം മോരും വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. തൈര് പറ്റില്ല, മോരും വെള്ളം വേണം. മോരും വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു നുള്ള് ജാതിക്കാപ്പൊടി ചേർത്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചിൽ മാറിക്കിട്ടും. ചിലപ്പോൾ ഛർദി അതിസാരമൊക്കെ വന്നിട്ട് ഡീഹൈഡ്രേഷൻ ആവാറുണ്ടല്ലേ, അതായത് ശരീരത്തിന് ജലാംശം ധാരാളമായി നഷ്ടപ്പെട്ട് ഒത്തിരി ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ നമുക്ക് ജാതിക്ക കൊണ്ട് മരുന്നായിട്ട് ഉപയോഗിക്കാം. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു ജാതിക്കയുടെ പകുതി എടുക്കുക, അത് നന്നായി ചതച്ചിട്ട് 1/2 ലിറ്റർ വെള്ളത്തിലിട്ട് വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം ആ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് 1 സ്പൂൺ വെള്ളം, അതായത് ഒരു കുറച്ച് കരിക്കും വെള്ളം, അതായത് ഏകദേശം 1/2 ഗ്ലാസോളം കരിക്കും വെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് പല പ്രാവശ്യം കുടിക്കാൻ കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ മാറാനായിട്ട് സഹായിക്കും. പെട്ടെന്ന് ആ മൂലകങ്ങളുടെ അളവൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഈസിയാണ്. ജസ്റ്റ് ചതച്ചിട്ട് വെക്കുന്ന 1/2 ലിറ്റർ വെള്ളത്തിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ 1 സ്പൂൺ വെള്ളം എടുക്കുന്നു, അത് കരിക്കും വെള്ളത്തിൽ ചേർത്തിട്ട് പല പ്രാവശ്യം കുടിക്കാൻ കൊടുക്കുന്നു. അത് പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ചിലർക്ക് ആസ്തമ ഉണ്ടല്ലേ. ആസ്തമയ്ക്ക് ഒരു പെർമനൻറ്റ് ക്യൂർ അല്ല, പക്ഷേ പെട്ടെന്നൊരു ആസ്തമയുടെ അറ്റാക്ക് വന്നു, അതായത് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വന്നു, അസ്വസ്ഥത വന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് 1-2 വെറ്റില എടുത്തിട്ട് അതിൻ്റെ കൂടത്തിൽ ചെറിയ കഷ്ണം ജാതിക്കയും കൊണ്ട് വെച്ച് പതിയെ ചവച്ച് നീരിറക്കുക. 1-2 വെറ്റില എടുത്ത് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൊണ്ട് വെച്ചിട്ട് ചവച്ച് നീരിറക്കുക. അത് പെട്ടെന്ന് തന്നെ ആ ശ്വാസം മുട്ടലും ആ കഫക്കെട്ടും കുറയാൻ സഹായിക്കും. ഞാൻ ആദ്യം പറഞ്ഞതിന് വാതത്തെയും കഫത്തെയും കുറയ്ക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ജാതിക്കയ്ക്കുണ്ട്. ഈ ശ്വാസം മുട്ടലൊക്കെ ശരിക്കും പറഞ്ഞാൽ വാതത്തിൻ്റെയും കഫത്തിൻ്റെയും വികാരങ്ങളാണ്. അപ്പം ആ വാതവും കഫവും കുറയുന്നതനുസരിച്ച് തന്നെ ശ്വാസം മുട്ടലും മറ്റു അസ്വസ്ഥതകളൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഹൃദ്രോഗം, ഇത് ഹൃദ്യമാണെന്ന് പറയാം. അതായത് ഈ ജാതിക്ക ആസച്ചന അതിൻ്റെ ആ ഗുണം കൊണ്ട് തന്നെ അതൊരു ഹൃദ്യമാണ്, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ കൃമിശല്യം മാറാൻ, ദന്തരോഗങ്ങൾ മാറാനൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മോണവഴുപ്പ് അല്ലെങ്കിൽ പല്ലിനൊക്കെ കേടൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ച ഒരിക്കൽ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ സ്വല്പം ഇന്ദുപ്പ് പൊടിച്ചതും അതിൻ്റെ കൂടെ ജാതിക്ക പൊടിച്ചതൊരു നുള്ളും കൂടെ ചേർത്തിട്ട് പല്ല് തേക്കുന്നത് വളരെ ഉചിതമാണ്. ഇന്ദുപ്പ് പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് പല്ല് തേക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ കൃമിശല്യം മാറാനും ദന്തക്ഷയം മാറാനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ പലർക്കുമുള്ള വലിയ പ്രശ്നമാണ് ഉറക്കക്കുറവ്, അല്ലെങ്കിൽ മറവി, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളും ഡിപ്രഷനായിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അപ്സെറ്റായിപ്പോൾ മനസ്സങ്ങ് അപ്സെറ്റ് ആവുന്നു, ഒന്നും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ജാതിക്ക പൊടി ഒരു നുള്ളെടുത്ത് ഒരു 10 അല്ലെങ്കിൽ 15 മില്ലി നെല്ലിക്ക നീരിൽ ചേർത്തിട്ട് ദിവസവും കഴിക്കുക. നെല്ലിക്ക നീരൊരു 15 മില്ലി വരെ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളി ജാതിക്ക പൊടി ചേർക്കുക. ഇത് രാത്രി കിടക്കാൻ നേരം, ഇനിയിപ്പം നല്ല ഉറക്കക്കുറവും ബുദ്ധിമുട്ടും ഒക്കെ ആണെങ്കിൽ 2 നേരം കഴിക്കാം. 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വരെ കടുപ്പിച്ച് ചെയ്യുക. അപ്പോഴേക്കും തീർച്ചയായിട്ടും നല്ല വ്യത്യാസം വരും. പിന്നെ ചിലർക്കൊക്കെ ഉറക്കക്കുറവ് വന്ന് കുറേ ദിവസങ്ങൾ ഉറങ്ങാണ്ടായി, അങ്ങനെ ഉറക്കക്കുറവ് വന്നു കഴിയുമ്പോഴേക്കും ഒരു പിച്ചും പേയും പറയുന്ന അവസ്ഥ, അതായത് മാനസികമായിട്ട് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവാറുണ്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് രാത്രി കിടക്കാൻ നേരത്ത് 1 ഗ്ലാസ് പാലിൽ 1 നുള്ളി ജാതിക്കാപ്പൊടി ചേർത്ത് കഴിക്കുന്നത് വളരെ ഉചിതമാണ്. 1 ഗ്ലാസ് പാലിൽ 1 നുള്ളി ജാതിക്കാപ്പൊടി ചേർത്ത് രാത്രി കിടക്കാൻ നേരം കഴിക്കുക.
അത് പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടാനായിട്ടും നമ്മുടെ മറ്റ് അസ്വസ്ഥതകൾ, അതായത് ആ ഒരു മെൻ്റൽ സ്റ്റാറ്റസിൽ നിന്ന് നോർമലാക്കി കൊണ്ടുവരാനായിട്ടും വളരെ സഹായകമാണ്. അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ചും വേദനകൾക്ക് ഔഷധമായിട്ടും ജാതിക്ക ഉപയോഗിക്കാം. നമുക്കറിയാം, പെട്ടെന്ന് കാലുവേദന, കൈവേദന, അല്ലെങ്കിൽ തലവേദന, മുട്ടുവേദന, ഒരു പർട്ടിക്കുലർ ജോയിൻറ്റിൽ മാത്രം ചെറിയ നീർക്കെട്ടും വേദനയും വന്നെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ തലവേദന വന്നു. അപ്പോൾ സ്വല്പം ജാതിക്ക വെറുതെ വെള്ളത്തിൽ അരച്ചിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നെറ്റിയിൽ അല്ലെങ്കിൽ വേദനയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ അത് ധാരാളം മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നല്ല തീക്ഷ്ണദ്രവ്യമാണ്, അതുകൊണ്ട് ഒത്തിരി കട്ടിയിൽ അപ്ലൈ ചെയ്യരുത്. ഒരുപാട് തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പുകച്ചിലും അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ആപ്ലിക്കേഷൻ എപ്പോഴും വളരെ തനുവായിരിക്കണം, അതായത് തിന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എന്ത് മരുന്ന് അപ്ലൈ ചെയ്താലും അത് ഒത്തിരി ഇങ്ങനെ ഉണങ്ങി വരളുന്ന വരെ വെക്കാൻ പാടില്ല. അത് ഉണങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിക്കളയണം. അപ്പോൾ നമുക്ക് അതെപ്പോഴും ഏത് മരുന്നിട്ടാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് സമയം ഇങ്ങനെ ഉണങ്ങി പിടിച്ച് കംപ്ലീറ്റ് ഡ്രൈ ആകുന്നവരെ വെക്കരുത്. ഉണങ്ങി വരുന്നു, ഏകദേശം ഉണങ്ങി വന്നു കഴിയുമ്പോഴേക്കും കഴുകിക്കളയണം. വേദനകൾക്ക് നമുക്ക് പുറമേ പുരട്ടുന്നത് അത് ലേപമായിട്ട് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് എണ്ണയായിട്ടും കാച്ചിയെടുത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതിനായി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 50 മില്ലി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, നമുക്ക് എന്താ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതെടുത്തോളൂ. അതിലേക്ക് 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചെടുക്കുക. ആ പൊടി ആ എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ആ പൊടി ഏകദേശം ഒരു ബ്രൗൺ കളർ, അതായത് അതിൻ്റെ സ്വാഭാവികമായ ആ നിറം മാറി ഒരുവിധം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. കരിഞ്ഞു പോകരുത്, അതിനു മുമ്പ് നമ്മൾ വാങ്ങണം. എന്നിട്ട് അരിച്ചെടുത്ത് സൂക്ഷിക്കാം. ഇത് നമുക്ക് വേദനയുള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ വേദന മാറാനായിട്ട് പെട്ടെന്ന് സഹായിക്കും. ഇപ്പോൾ ഈവൻ ആമവാദത്തിൻ്റെ വേദനയ്ക്ക് പോലും ഇത് വളരെ എഫക്റ്റീവാണ്. കാരണം ഇതിന് തീക്ഷ്ണ ഗുണമുണ്ട്, ലഘു ഗുണമുണ്ട്. അതായത് ചെറിയ ഏരിയയിൽ അപ്ലൈ ചെയ്താൽ പോലും അത് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനുള്ള, അതായത് തുളച്ച് കയറാനുള്ള കപ്പാസിറ്റി ജാതിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വേദന കുറയാനായിട്ട് സഹായിക്കും. ലൈംഗിക ഉത്തേജനക്കുറവുള്ള വ്യക്തികൾക്ക് ഔഷധമായിട്ട് ജാതിക്ക ഉപയോഗിക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത്, 1 സ്പൂണ് നായ്ക്കൊർണത്തിൻ്റെ പൊടി എടുക്കുക. നായ്ക്കൊർണം അത് പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ചതായിരിക്കണം. അതിൻ്റെ പൊടി 1 സ്പൂണ്. അതിൻ്റെ കൂടെ ഒരു നുള്ള് ജാതിക്കാപ്പൊടി കൊണ്ട് ചേർത്ത് ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരം കഴിക്കുക. അതായത് 1 നുള്ള് ജാതിക്കാപ്പൊടിയും 1 സ്പൂണ് നായ്ക്കൊർണപ്പരിപ്പിൻ്റെ പൊടിയും 1 ഗ്ലാസ് പാലും ഇത് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരം കഴിക്കുക. ഇതല്ലെങ്കിൽ വേറൊന്നും കൂടെ ചെയ്യാം. അതായത് 1 നുള്ള് ജാതിക്കയുടെ പൊടി, ഒരു ഹാഫ് ബോയിൽഡ് എഗ്ഗ്, പകുതി വേവിച്ചൊരു മുട്ട, അതിൻ്റെ കൂടെ സ്വല്പം തേനും കൂടെ ചേർത്ത് ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നതും ലൈംഗിക ശേഷി കുറവ് ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വ്രണങ്ങളിലൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ദുഷ്ടവ്രണം, അതായത് ഒത്തിരി പഴകിയ വ്രണങ്ങൾ, ചിലതൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും, ഭയങ്കര ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളായിരിക്കും. അങ്ങനെയുള്ള വ്രണങ്ങളിൽ ജാതിക്കയുടെ പൊടി സ്വല്പം തൂളി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആ വ്രണങ്ങളുടെ സ്മെല്ല് മാറിക്കിട്ടും. ഒപ്പം തന്നെ അത് ഉണങ്ങാനായിട്ട് സഹായിക്കും. അത് വളരെ എഫക്റ്റീവാണ്. നമുക്ക് സാധാരണയുള്ള എല്ലാ വ്രണങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ മുഖക്കുരുവിന് ഔഷധമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മുഖക്കുരു വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പാട് നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ, മുഖക്കുരു എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് മുഖക്കുരു നിലവിലുണ്ട്, അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ ജാതിക്കയുടെ പൊടി സ്വല്പം എടുത്ത് അത് സ്വല്പം തേനിൽ ചാലിച്ച് പുരട്ടി കൊടുക്കുക. ഇനിയിപ്പം ഒത്തിരി ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർ സ്വല്പം പാലിൽ ചേർത്ത് അപ്ലൈ ചെയ്താലും നല്ലതാണ്. ഇനിയിപ്പം നോർമൽ സ്കിന്നാണ്, ഡ്രൈയും അല്ല ഓയിലി അല്ല, നോർമൽ സ്കിന്നാണെങ്കിൽ ജാതിക്കാപ്പൊടി സ്വല്പം വെള്ളത്തിൽ ചേർത്ത് ചാലിച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. അതൊരു 15-20 മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളയണം. ഒരു 1.5 ദിവസങ്ങളിൽ അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. കാരണം ഇത് തീക്ഷ്ണദ്രവ്യമായതുകൊണ്ട്, അല്ലെങ്കിൽ ചില മുഖത്ത് കല വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം മുഖക്കുരു വരുന്നില്ല, വന്നതിൻ്റെ പാടുകൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ ജാതിക്കാപ്പൊടി സ്വല്പം കുങ്കുമാതി തൈലത്തിൽ അപ്ലൈ ചെയ്താലും വളരെ എഫക്റ്റീവാണ്. ജാതിക്കാപ്പൊടി സ്വല്പം കുങ്കുമാതി തൈലത്തിൽ അപ്ലൈ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. തൈലം ചേർത്ത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. കാരണം ആ തൈലത്തിന് ആ ദ്രവ്യത്തിന് തീക്ഷ്ണത കുറയ്ക്കാനുള്ള കപ്പാസിറ്റി തൈലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് വ്യത്യാസം ഉണ്ടാകും. അപ്പം ഡെയിലി അപ്ലൈ ചെയ്താലും പ്രശ്നം വരില്ല. നമ്മളിന്ന് ജാതി മരം, ജാതിക്ക, ജാതിപത്രി എന്നിവയെക്കുറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണല്ലോ ഈ ചെടികളെല്ലാം. ഈ ചെടികളെല്ലാം നമ്മൾക്ക് വരുന്ന രോഗം വരാതിരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ചുറ്റുപാടും ഈ ചെടികളൊക്കെ വളരുന്നത്, നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതും വളർത്തുന്നതും. അങ്ങനെയെങ്കിൽ ജാതിക്ക കൊണ്ട് നമുക്കിപ്പം പെട്ടെന്ന് ഒരു വ്യക്തികൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് വയറിളക്കം. അത് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷാംശത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം,
അല്ലെങ്കിൽ നമ്മൾ കഴിച്ചത് അതിയായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് പിടിക്കാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ നമുക്ക് പലതരത്തിലും വയറിളക്കം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ വയറിളക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ജാതിക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. വയറിളക്കത്തിന് എങ്ങനെ ജാതിക്ക ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഒരു ജാതിക്ക, മരത്തേൽ നിൽക്കുന്ന ഒരു ജാതിക്കയാണിത്. ഈ ജാതിക്ക മരത്തേൽ നിൽക്കുന്നു. ജാതിക്ക എന്ന് പറയുമ്പം ഇതിൻ്റെ ഏറ്റവും ഉള്ളിലെ കായാണ് ഈ കാണുന്നത്, ഏറ്റവും ഉള്ളിലെ കാ. അതിൻ്റെ പുറമേ മറ്റൊരു പത്രി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിങ്ങനെയാണ് അതിൻ്റെ പുറത്ത്, അത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു ചെടിയിൽ നിന്ന് പറിച്ച് കഴിയുമ്പോൾ നമ്മൾ ജാതിക്ക നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആദ്യം അതിൻ്റെ പുറത്തെ വലിയ തൊലി, അതിനുശേഷം ജാതിപത്രി, അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ കായ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കായ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു തൊണ്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള തൊണ്ടാണ്. ആ തൊണ്ട് മാറ്റി കഴിയുമ്പോൾ ഇരിക്കുന്നതാണ് ജാതിക്ക എന്ന് പറയുന്ന സാധനം. നമ്മൾ കടയിൽ മേടിക്കാനും അതുപോലെ നമ്മൾ ചെടിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കായാണ് ഈ ജാതിക്ക എന്ന് പറയുന്ന സാധനം. ഇതുകൊണ്ടാണ് ഈ ജാതിക്ക കൊണ്ടാണ് നമ്മളിപ്പോൾ വയറിളക്കത്തിനുള്ള മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് അത് ചതച്ച് നീരെടുക്കണം. ആ നീരും പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുമ്പയാണ്. തുമ്പയുടെ നീരും. തുമ്പ നമ്മുടെ തോട്ടത്തിലുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഈ തുമ്പയുടെ നീരും വെളുത്തുള്ളിയുടെ നീരും കൂടി നമ്മൾ എടുക്കുന്നു. അത് ഏകദേശം രണ്ടും കൂടി ഒരു 10 മില്ലി വേണം. അപ്പോൾ 10 മില്ലി നമ്മൾ എടുത്തു. ഇത് തുമ്പയുടെ നീരും വെളുത്തുള്ളിയുടെ നീരും കൂടി പിഴിഞ്ഞെടുത്തിരിക്കുന്ന നീരാണിത്. ഈ നീര് നമ്മൾ അല്പം എടുത്തിട്ട് അതിലേക്ക് ഒരു ജാതിക്ക നമ്മൾ എടുക്കുന്നു. ആ ഒരു ജാതിക്ക ഈ നീരല്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കല്ലിൽ ഒഴിക്കുകയാണ്. നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ ഉരച്ചെടുക്കണം. ഉരച്ച് ജാതിക്ക ഈ കല്ലിൽ ഉരച്ച് കഴിയുമ്പോൾ നല്ലൊരു ലായനിയായിട്ട് വരുന്നു. ജാതിക്കായുടെ ആ കായയുടെ പുറത്ത് എണ്ണയുണ്ട്. എണ്ണമയം നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് അരച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വരികയാണ്. ഇത് കല്ലിൽ അരയ്ക്കുമ്പോഴാകട്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് നമുക്കിത് എടുക്കാൻ സാധിക്കുന്നത്. ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വന്നു. ഈ പേസ്റ്റ് രൂപത്തിൽ വന്ന ഈ ജാതിക്കായുടെ നമ്മളിപ്പം ആ പേസ്റ്റ് നമ്മൾ ഒരു സ്പൂണിലേക്ക് നമ്മളതിനെ തോണ്ടിയെടുക്കുന്നു. ആ കായയിലിരിക്കുന്നതും അതുപോലെ തന്നെ കല്ലേലിരിക്കുന്നതും എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് തോണ്ടി എടുക്കുന്നു. തോണ്ടി എടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണ് മരുന്നുണ്ടാവും. ഈ 1/4 ടീസ്പൂൺ മരുന്ന് നമ്മൾ എടുത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ലായനി ഉണ്ടല്ലോ, തുമ്പയുടെ നീരും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ നീരും, അത് രണ്ടും കൂടെ ചേർത്തതിനകത്തോട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നു. നമ്മളിതിനകത്തേക്ക് ജോയിൻറ്റ് ചെയ്ത് എല്ലാം ഇത് മിക്സായെന്ന് കാണാമല്ലോ. ഇത് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത ഈ ലായനി വയറിളക്കമുള്ള വ്യക്തിക്ക് ഇതുപോലെ കുറേശ്ശെ സിപ്പായിട്ട് കുടിക്കത്തക്ക വിധത്തിൽ ചെറിയ അളവിൽ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ സിപ്പായിട്ട് ചെറിയ അളവിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ വയറിളക്കം മെല്ലെ കുറഞ്ഞ് ഇത് ഒരു ദിവസത്തിലൊരു 3-4 പ്രാവശ്യമെങ്കിലും കൊടുക്കണം. കാരണം വയറിളക്കം അന്ന് തന്നെ മാറേണ്ടതാണല്ലോ. ആ കൂട്ടത്തിൽ നമ്മൾ ORS എന്ന് പറയുന്ന ജലവും നമ്മൾ കൊടുക്കണം. ഇത് മാത്രം കൊടുത്താൽ പോരാ, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നാരങ്ങാനീരിൽ ഉപ്പിട്ട് കൊടുക്കാം, ചായ തിളപ്പിച്ച് അതിലും ഉപ്പിട്ട് കൊടുക്കാം. ഇതാണ് ഈ 3 നേരവും നമ്മൾ 3 അല്ലെങ്കിൽ 4 നേരം നമുക്ക് കൊടുക്കണം. അങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട് ഈ മരുന്നങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും
ആ വയറിളക്കം മാറിക്കിട്ടുന്നതാണ്. ഇനി സാധാരണയായിട്ട് നമുക്ക് കാണാറുള്ള മറ്റൊരു അസുഖമാണ് വായിക്കടെ ഒരു വെള്ളം വരവ്, ഒരു അസ്വസ്ഥത ഒക്കെ. അപ്പോൾ യാത്രയൊക്കെ പോകുമ്പോഴാണ് മിക്കവാറും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പുറത്ത് യാത്ര പോകുമ്പം നമുക്ക് പറ്റിയ ഒരു മരുന്ന് നമുക്കുണ്ടാക്കാം. അതായത് ഇത് നമ്മൾ ജാതിക്കായുടെ പുറമേ ഉള്ള തൊലിയാണ്. നമ്മൾ ഇത്രയും നേരവും നമ്മൾ ഉപയോഗിച്ചത് ജാതിപത്രി, ജാതിയുടെ ഉള്ളിലെ കായ, അതിൻ്റെ പുറമേ കട്ടിയുള്ള തൊണ്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കായ ഉപയോഗിച്ചാണ് ഇത്രയും സമയം നമ്മൾ മരുന്നുണ്ടാക്കിയത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറത്തെ ഈ തൊലിയാണ്. ഈ തൊലി കൊണ്ട് പല രീതിയിൽ നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കാം. അച്ചാറുണ്ടാക്കാം. ഈ തൊലി നന്നായിട്ട് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്കിതുകൊണ്ട് അച്ചാറുണ്ടാക്കാം. കൂടാതെ അച്ചാർ എപ്പോഴും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഇതുപോലെ ഈ ജാതി തൊലിയെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് ചെറുതായിട്ട് അങ്ങ് അരിയണം. ഒരുമാതിരി ചെറുതായിട്ട് അരിയുക. അരിഞ്ഞതിന് ശേഷം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇതിന് വളരെ കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ. കാരണം ഒത്തിരി ഉപ്പ് ചേർത്താൽ ഇത് കഴിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇത് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് ഇതൊന്ന് തിരുമ്മി വെക്കുക. ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി ഒരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ വെക്കുക. പാത്രത്തിൽ തിരുമ്മി വെച്ചതിന് ശേഷം ഒരു ദിവസം ഇന്നിപ്പോൾ ഒരു 12 മണിക്കൂർ വെച്ചാൽ മതി. ഈ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ സാധനം നമ്മളെടുത്ത് നിഴലിൽ ഉണക്കണം. ഉണക്കി കഴിയുമ്പോൾ ഇത് ഈ രൂപത്തിൽ വരും. ഈ തൊലി നമുക്ക് അല്പാൽപമായിട്ട് വായിലിട്ട് അലിപ്പിച്ച് ഇറക്കുകയാണെങ്കിൽ ഈ വായിക്കൂടെയുള്ള വെള്ളം വരവും, അതുപോലെ യാത്രയിലുണ്ടാകുന്ന ക്ഷീണവും, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അസ്വസ്ഥത വന്നെങ്കിൽ അതും എല്ലാം മാറി യാത്ര സുഗമമാക്കാനായിട്ട് നല്ലൊരു സംഭവമാണ്. ഇന്നിപ്പോൾ നമ്മൾ കേട്ട ജാതിയെ പറ്റിയാണ് അല്ലേ, പഞ്ചസുഗന്ധങ്ങൾപ്പെട്ട ജാതി. നമ്മൾ ഇത്രയും കാലം വിചാരിച്ച് നമ്മുടെ ഒരു ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളിൽ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് മേക്കറായിട്ട്, പ്രത്യേകിച്ചും ജാതി പത്രിക നമ്മൾ ആഹാരത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ, ആ ഒരു രീതി മാത്രം ഉപയോഗിക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിനും ഇത്ര വിവിധങ്ങളായ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒന്നും നിസ്സാരമല്ല. നമ്മുടെ അടുക്കളയിലുള്ളതായാലും പുറത്തുള്ളതായാലും ഒരു ചെടിയും ഒന്നും നിസ്സാരമല്ല. ഒരു മനുഷ്യനും നിസ്സാരമല്ല നമ്മൾ പറയാറില്ലേ. കാരണം ഒരു വ്യക്തിയെ കൊണ്ട് എപ്പോഴും ഉപകാരം വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അവരെ കൊണ്ട് എന്ത് ചെയ്യാനാ, ഒരു ഉപകാരം ഇല്ല നമ്മൾ വിചാരിക്കാം. പക്ഷേ ചില സമയത്ത് നമ്മൾ ആ ഒരു ഉപകാരം ഇല്ലെന്ന് വിചാരിച്ച വ്യക്തിയായിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുക. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദ്രവ്യങ്ങളും അല്ലെങ്കിൽ ഔഷധങ്ങളും. ഏറ്റവും ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്നത്, ഏറ്റവും നിസ്സാരം നമ്മൾ വിചാരിക്കുന്നത് പോലും ഏറ്റവും നമുക്കിപ്പോൾ ഒരു എമർജൻസിയിൽ ചിലപ്പോൾ ഒരു ഛർദി വന്നു, ചിലപ്പോൾ നമുക്ക് ജാതിക്കാം, അത് മാത്രം മതിയായിരിക്കും അവിടെ. അത്രമാത്രം എഫക്റ്റീവായിട്ടാണ് ദൈവം ഓരോ ചെടികളെ നമുക്കായിട്ട് കാത്ത് പരിപാലിച്ച് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതോരോന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു മനസ്സും ആ ഭാവവും ദൈവത്തിലേക്ക് ഉയരട്ടെ. കാരണം ഇതിൻ്റെ ഒക്കെ ഉടയവൻ ദൈവമാണ്. അപ്പം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ഇവയൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഒത്തിരി സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.